Hi everyone. നമ്മുടെ തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. തേർഡ് മൊഡ്യൂളിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത് ടൂറിസം ഓർഗനൈസേഷൻസിനെ കുറിച്ചും അതുപോലെ തന്നെ ടൂറിസം മിനിസ്ട്രിയെക്കുറിച്ച് എല്ലാമാണ്. കേരള, ഇന്ത്യ, ഇൻ്റർനാഷണൽ ലെവൽ അങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള ഘട്ടങ്ങളിലൂടെയുള്ള ഓർഗനൈസേഷൻസിനെ കുറിച്ചും ടൂറിസം മിനിസ്ട്രിയെക്കുറിച്ചും എല്ലാമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടൂറിസം ഓർഗനൈസേഷൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്താണ് ടൂറിസം ഓർഗനൈസേഷൻ? The tourism organization consists of international and national and non-governmental organizations that help develop and manage tourism. ടൂറിസത്തെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടൂറിസം ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളെ അതിനെയാണ് ടൂറിസം ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അത് രൂപീകരിച്ചിട്ടുള്ളത് തന്നെ അതിനു വേണ്ടിയിട്ടുള്ളതാണ്. They may be into education and training, marketing, regulation, investment, environmental management or socio-cultural programs in tourism industry. ടൂറിസം ഇൻഡസ്ട്രിയിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ടൂറിസം ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അതിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ ട്രെയിനിങ്, ആ ഒരു ഇൻഡസ്ട്രിയുടെ മാർക്കറ്റിംഗ്, അവിടെയുള്ള റെഗുലേഷൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും ഇതിനെല്ലാം വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘത്തെയാണ് നമ്മൾ ടൂറിസം ഓർഗനൈസേഷൻ. ഒരു ടൂറിസം ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത് അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, മെയിൻ മോട്ടോ എന്ന് പറയുന്നത് ടൂറിസം ഇൻഡസ്ട്രിയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഫസ്റ്റ് ഒരു സംഘടന അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് UNWTO, യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ. WTO വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻ UN-ൻ്റെ ഒരു ഏജൻസിയാണ്. റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് റെസ്പോൺസിബിൾ, സസ്റ്റൈനബിൾ ആൻഡ് യൂണിവേഴ്സലി ആക്സസിബിൾ ടൂറിസം. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള യൂണിവേഴ്സലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ടൂറിസത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതാണ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത്. അവർ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. It is the leading international organization in the field of tourism, which promotes tourism as driver of economic growth, inclusive development, and environmental sustainability, and offers leadership and support to the sector, advancing knowledge and tourism policies worldwide. WTO UN-ൻ്റെ കീഴിലുള്ള വേൾഡ് ടൂറിസം ഓർഗനൈസേഷനാണ് UNWTO എന്നതാണ് വേൾഡിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ടൂറിസം ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ഉള്ളത് WTO-ലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് WTO ആണ്. ഗവൺമെൻറ് സെക്ടറിൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഒരു ഓർഗനൈസേഷനാണ് WTO. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇക്കണോമിക് ഗ്രോത്ത്, അതായത് ആ ഒരു ടൂറിസം ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഇക്കണോമിക് ഗ്രോത്ത്,
അതിന് ഇൻക്ലൂസീവായിട്ടുള്ള ഡെവലപ്മെൻറ്റും എൻവിയോൺമെൻ്റലായിട്ടുള്ള സസ്റ്റൈനബിലിറ്റിയും ആ ടൂറിസം ഇൻഡസ്ട്രിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ലീഡർഷിപ്പ് സപ്പോർട്ട്, അതുപോലെ തന്നെ നോളജ് സപ്പോർട്ട്, എല്ലാവർക്കും ഒതുങ്ങുന്ന രീതിയിലുള്ള ടൂറിസം പോളിസികൾ രൂപീകരിക്കുക എന്നുള്ളതെല്ലാമാണ് WTOയുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. UN generate market knowledge, promotes competitive and sustainable tourism policies and instruments, fosters tourism education and training, and work to make tourism an effective tool for development through technical assistance project in over 100 countries around the world. United Nations World Tourism Organization generate market knowledge, promote competitive and sustainable tourism policies and instruments. വേൾഡ് ടൂറിസം ഓർഗനൈസേഷന് ആ ടൂറിസം ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് മാർക്കറ്റ് നോളജ് ജനറേറ്റ് ചെയ്യുന്നു. അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഓരോ ടൂറിസം ഇൻഡസ്ട്രിയെ അല്ലെങ്കിൽ ഓരോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെയും മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനുതകുന്ന രൂപത്തിലുള്ള ടൂറിസം പോളിസീസ് തയ്യാറാക്കുന്നു. എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഹു ആർ വർക്കിംഗ് ടൂറിസം ഇൻഡസ്ട്രി, അല്ലേ, നമ്മൾ ടൂറിസം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ മാനേജ് ചെയ്യുന്ന ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട ടൂറിസം എഡ്യൂക്കേഷൻസും അതിൻ്റെ ട്രെയിനിങ്ങും നൽകുന്നു. ഇങ്ങനെയെല്ലാമാണ് WTO വർക്ക് ചെയ്യുന്നത്. വേൾഡ് വൈഡായിട്ട് 100ഓളം രാജ്യങ്ങളിൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് പ്രോജക്റ്റുകൾ WTO ചെയ്യുന്നു എന്നുള്ളതാണ്. വേൾഡ് ടൂറിസം ഓർഗനൈസേഷനിൽ 156 രാജ്യങ്ങൾ മെമ്പേഴ്സാണ് എന്നുള്ളതാണ്. ആൻഡ് ഓവർ 500 അഫിലിയേറ്റ് മെമ്പേഴ്സ് റെപ്രസെൻറ്റിങ് ദ പ്രൈവറ്റ് സെക്ടർ. 500ഓളം അഫിലിയേറ്റ് മെമ്പേഴ്സ് റെപ്രസെൻറ്റിങ് ദ പ്രൈവറ്റ് സെക്ടറിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ടൂറിസം അസോസിയേഷൻസ് ഉണ്ട്, ലോക്കൽ ടൂറിസം അതോറിറ്റീസ് ഉണ്ട്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് സ്പെയിനിലെ മാഡ്രിഡാണ്. 1975 UN വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ രൂപീകൃതമായത്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മെയിൻ എയിമുകൾ ഒന്നും കൂടി പറയുകയാണ്. വേൾഡ് ടൂറിസം ഓർഗനൈസേഷണൽ എയിം എന്ന് പറയുന്നത് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി United Nations World Tourism Organization are to promote and develop sustainable tourism to contribute economic development, international understanding, peace, prosperity, universal respect, and observance of human rights and fundamental freedom for all, without distinction as to race, sex, language, or religion. വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രൊമോട്ട് ആൻഡ് ഡെവലപ്പ് സസ്റ്റൈനബിൾ ടൂറിസം. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ടൂറിസത്തിൻ്റെ ഡെവലപ്മെൻറ്റും അതിൻ്റെ പ്രൊമോഷനും എന്തിനു വേണ്ടിയിട്ട്? ടു കോൺട്രിബ്യൂട്ട് ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, സാമ്പത്തികമായിട്ടുള്ള ഡെവലപ്മെൻറ്റിന്, ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ്, പീസ്, പ്രോസ്പെരിറ്റി, രാജ്യാന്തര തലത്തിലുള്ള സമാധാനം, അതിൻ്റെ പ്രോസ്പെരിറ്റി, ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ്, യൂണിവേഴ്സൽ റെസ്പെക്റ്റ്,
മനുഷ്യാവകാശ ലംഘനങ്ങൾ തടയുന്നതിന് എല്ലാവർക്കും സ്വാതന്ത്ര്യം, അങ്ങനെയുള്ള തുടങ്ങി വേർതിരിവുകൾ അവസാനിപ്പിക്കുന്നു. റേസിൻ്റെ പേരിൽ, കാസ്റ്റിൻ്റെ പേരിൽ, സെക്സിൻ്റെ പേരിൽ, ലാംഗ്വേജിൻ്റെ പേരിൽ, മതങ്ങളുടെ പേരിലുള്ള വേർതിരിവുകൾ അവസാനിപ്പിക്കുക. ഇതെല്ലാമാണ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ 1975 രൂപീകൃതമായത്. അതിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് മാഡ്രിഡിലാണ്. 156 രാജ്യങ്ങൾ അതിൽ മെമ്പേഴ്സാണ്. 500ഓളം അഫിലിയേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട്. പ്രൈവറ്റ് സെക്ടറിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട്, അതുകൂടാതെ ഒരുപാട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ടൂറിസം അസോസിയേഷൻസ്, ലോക്കൽ ടൂറിസം അതോറിറ്റീസ് എല്ലാം വേൾഡ് ടൂറിസം ഓർഗനൈസേഷനിൽ അംഗങ്ങളാണ്. ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ടൂറിസം ഇൻഡസ്ട്രിയുടെ എല്ലാ തരത്തിലുള്ള വളർച്ചയാണ്. നെക്സ്റ്റ് ഇസ് WTTC, വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിൽ. ദ വേൾഡ് Travel Tourism Council. The World Travel and Tourism Council is a forum for the travel and tourism industry. It is made up of members from the global business community and works with the government to raise awareness about the travel and tourism industry. World Travel and Tourism Council എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഫോറം, ഒരു ഓർഗനൈസേഷനാണ് വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിൽ എന്ന് പറയുന്നത്. ഇത് രൂപീകരിച്ചിട്ടുള്ളത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഗ്ലോബൽ ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ, അതേപോലെ തന്നെ CEOs ആണ് ഈ ഒരു കൗൺസിൽസ് അല്ലെങ്കിൽ ഈ ഒരു വേൾഡ് ട്രാവൽ ടൂറിസം കൗൺസിൽ രൂപീകരിച്ചിട്ടുള്ളത്. ഇവർ ഗ്ലോബൽ ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് ഇതിൻ്റെ അവെയർനെസ് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട്, ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്, ഗവൺമെൻറ്റുമായി കൂടി ചേർന്നുകൊണ്ട്. It is known for being the only forum to represent the private sector in all parts of the industry worldwide. ലോകത്താകമാനമുള്ള പ്രൈവറ്റ് സെക്ടറിനെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഫോറമാണ് വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിൽ എന്ന് പറയുന്നത്. ഇറ്റ്സ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് റിസർച്ച് ഓൺ ദ എക്കണോമിക് and the social impact of the industry, and its organization global and regional summits focus on issue development relevant to the industry. ഇതിൻ്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്, അഥവാ വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിലിൻ്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്, ഈ ഒരു ഇൻഡസ്ട്രിയിൽ സംബന്ധിക്കുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ചും റിസർച്ച് ചെയ്യുക, അഥവാ ഇതിൻ്റെ ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള എക്കണോമിക്കൽ ഇമ്പാക്റ്റ് എന്താണ്, സോഷ്യൽ ഇമ്പാക്റ്റ് എന്താണ്, അത് എങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഈ ഒരു ഇൻഡസ്ട്രിക്കും ഈ ലോകത്തിനാകമാനം പോസിറ്റീവായിട്ടുള്ള ലെവലിൽ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും, ഭാവിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്, അത് ഈ ഒരു ഇൻഡസ്ട്രിക്ക് എങ്ങനെയെല്ലാം ഹെൽപ്ഫുൾ ആവും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാമാണ് വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിൽ എന്ത് ചെയ്യുന്നത്, മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ദ വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിൽ വാസ് ഫോംഡ് ഇൻ 1991. വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിൽ രൂപീകൃതമായിട്ടുള്ളത് 1991 ബൈ ഗ്രൂപ്പ് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം CEOs. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൈവറ്റ് സെക്ടറിലുള്ള ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനികളുടെ CEOs ആണ് ഈ ഒരു സെക്ടറിന് രൂപീകൃതമായിട്ടുള്ളത്. കോൺട്രിബ്യൂഷൻ ടു എക്കണോമിക്സ് ആൻഡ് ജോബ് ക്രിയേഷൻ was not being recognized.
ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് were to use empirical evidence to promote awareness of travel and tourism economic contributions, to expand market in harmony with the environment, to reduce barriers to growth. വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിലിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ട്രാവൽ ആൻഡ് ടൂറിസത്തെക്കുറിച്ച് മെയിനായിട്ട് പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ അവയർനെസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എക്കണോമിക് കോൺട്രിബ്യൂഷൻസ്, എൻവയോൺമെൻറ്റിനുണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ റെഡ്യൂസ് ചെയ്യുക, ഈ ഒരു ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ റെഡ്യൂസ് ചെയ്യുക. ഇതെല്ലാമാണ് വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിലിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് പാറ്റ അഥവാ പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ is a membership association working to promote the responsible development of travel and tourism in the Asia Pacific region. പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു മെമ്പർഷിപ്പ് അസോസിയേഷനാണ്. എന്തിനു വേണ്ടിയിട്ട്? വർക്കിംഗ് ടു പ്രൊമോട്ട് ദ റെസ്പോൺസിബിൾ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം. ഏഷ്യൻ പസഫിക് റീജിയനിലുണ്ടാകുന്ന ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്, ഒരു ഓർഗനൈസേഷനാണ് പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ എന്ന് പറയുന്നത്. 1951 പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ രൂപീകൃതമായിട്ടുള്ളത്. ദ പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ ഈസ് നോട്ട് ഫോർ പ്രോഫിറ്റ് അസോസിയേഷൻ ദാറ്റ് ഈസ് ഇൻ്റർനാഷണലി അക്ലൈംഡ് ഫോർ ആക്ടിങ് ആസ് എ കാറ്റലിസ്റ്റ് ഫോർ ദ റെസ്പോൺസിബിൾ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം. പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ല, ഇതൊരു നോൺ പ്രോഫിറ്റ് അസോസിയേഷനാണ്. ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രിയുടെ ഏഷ്യ പസഫിക് റീജിയനിലെ ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് ഡെവലപ്മെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ എന്ന് പറയുന്നത്. The association provides aligned advocacy, insightful research and innovative events to its member organization. Pacific Asia Travel Association അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇവരുടെ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഇൻസൈറ്റ്ഫുൾ റിസർച്ചുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ഈ ഒരു ഇൻഡസ്ട്രിക്ക് നൽകുന്നു. ഭാവിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് സംഭവിക്കാനുള്ളത്, അങ്ങനെ ഈ ഒരു ഇൻഡസ്ട്രിക്ക് ഫോർകാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നോവേറ്റീവായിട്ടുള്ള ഇവൻസുകൾ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് സംഘടിപ്പിക്കുന്നു. ഇതെല്ലാമാണ് ഇവരുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. കംപ്രൈസിങ് 95 ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ടൂറിസം ബോഡീസ്. 95ഓളം ഗവൺമെൻറ്റുകളും സ്റ്റേറ്റ് ആൻഡ് സിറ്റി ടൂറിസം ബോഡീസ് എല്ലാം ഈ ഒരു അസോസിയേഷനിൽ അംഗമാണ് എന്നുള്ളത്. 29ഓളം ഇൻ്റർനാഷണൽ എയർലൈൻസ് ആൻഡ് എയർപോർട്ട് ആൻഡ് ക്രൂയിസ് ലൈൻസ്, 63 എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹൺഡ്രഡ്സ് ഓഫ് ട്രാവൽ ഇൻഡസ്ട്രി കമ്പനീസ് എല്ലാം പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷനിൽ അംഗങ്ങളാണ്. 1951 മുതൽ പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ ഹാസ് ലെഡ് ഫ്രം ദ ഫ്രണ്ട് ഓഫ് ആസ് ദ ലീഡിംഗ് വോയിസ് ആൻഡ് അതോറിറ്റി ഓൺ ട്രാവൽ ആൻഡ് ടൂറിസം ഇൻ ദി ഏഷ്യ പസഫിക് റീജിയൻ. ഏഷ്യ പസഫിക് റീജിയൻ 1951 മുതൽ
ലീഡിങ് പൊസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ ഏത് ഡെവലപ്മെൻറ്റിനാണെങ്കിലും ഒരു ലീഡിങ് വോയിസ് എന്ന് പറയുന്നത് ഈ ഒരു അസോസിയേഷൻ്റെതാണ്. ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ മെമ്പേഴ്സ്, Pacific Asia Travel Association enhance the sustainable growth, value and quality of travel and tourism to form and within the region. ഈ ഒരു റീജിയണിൽ, ഏഷ്യൻ റീജിയണിൽ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടറുമായിട്ട് കൂടി ചേർന്നുകൊണ്ട് ടൂറിസം ഇൻഡസ്ട്രിയുടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഗ്രോത്തിനും അതിൻ്റെ വാല്യൂവും ക്വാളിറ്റിയും, ടൂറിസം ഇൻഡസ്ട്രിയുടെ വാല്യൂവും ക്വാളിറ്റിയും എല്ലാം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് സംഘം പ്രവർത്തിക്കുന്നു. Association provides leadership and counsel in an individual and a collective basis in the member organization. ഈ ഒരു അസോസിയേഷനിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാവർക്കും, എല്ലാ സംഘങ്ങൾക്കും ലീഡർഷിപ്പ് പ്രോഗ്രാംസും അതുപോലെ തന്നെ ഇൻഡിവിജ്വലായിട്ടും കളക്റ്റീവ് ബേസിസിലും ഓർഗനൈസേഷൻ നടത്തുന്നു എന്നുള്ളതാണ്. Strategic Intelligence Center offers unrivaled data and insightful including Asia Pacific inbounding and outbound statistics. ഏഷ്യയിലെ പാറ്റയുടെ സ്ട്രാറ്റജിക് ഇൻ്റലിജൻസ് സെൻറ്റർ നമ്മുടെ ടൂറിസം ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള അൺറിവൈൽഡ് ആയിട്ടുള്ള ഡാറ്റകൾ, അതിൻ്റെ ഇൻസൈറ്റ്സ് എല്ലാം നമ്മൾക്ക് എന്ത് ചെയ്യുന്നു, കൈമാറുന്നു. ഇതിലൂടെ നമ്മൾക്ക് എന്ത് ചെയ്യും, ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് അനലൈസ് ചെയ്യാനും ഭാവിയിലേക്ക് ഫോക്കസ് ചെയ്യാനും വെൽ ഡെപ്ത് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കാനും സ്ട്രാറ്റജിക് ടൂറിസം മാർക്കറ്റിംഗ് ടൂൾസ് തയ്യാറാക്കാനും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇവൻറ്റ്സ് ക്രിയേറ്റ് മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഓഫ് ന്യൂ ബിസിനസ് ഈച്ച് ഇയർ ഓഫ് ഫോർ ഇറ്റ്സ് മെമ്പേഴ്സ്. പാർട്ടി നടത്തുന്ന ഓരോ പ്രോഗ്രാംസും ആ ഒരു ബിസിനസ്സിന് മില്യൺസ് ഓഫ് ഡോളേഴ്സ് സമ്മാനിക്കുന്നു എന്നുള്ളതാണ്. തൗസൻഡ്സ് ഓഫ് ട്രാവൽ പ്രൊഫഷണൽ ബിലോങ്സ് ടു 43 ആക്റ്റീവ് പാറ്റ ചാപ്റ്റേഴ്സ് വേൾഡ് വൈഡ്. 43,000 ഓഫ് ട്രാവൽ പ്രൊഫഷണൽസ് ബിലോങ് ടു 43 ആക്റ്റീവ് പാറ്റ ചാപ്റ്റേഴ്സ്. 1000-ഓളം ആളുകൾ അല്ലെങ്കിൽ 1000-ലധികം പ്രൊഫഷണൽസ് പാറ്റയുടെ പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ്റെ 43 ആക്റ്റീവ് ചാപ്റ്ററുകളിലായിട്ട് വർക്ക് ചെയ്യുന്നു, ഇൻഡസ്ട്രി ഇവൻറ്റ്സിനും എല്ലാമായിട്ട്. On behalf of its members, PATA current strategic direction is to പാറ്റയുടെ മെയിനായിട്ടുള്ള അല്ലെങ്കിൽ കറണ്ട് സ്ട്രാറ്റജിക് ഡയറക്ഷൻ എന്ന് പറയുന്നത് ബിൽഡ് ദ ബിസിനസ് ഫോർ മെമ്പേഴ്സ്. നിലവിലെ സ്ട്രാറ്റജിക് ഡയറക്ഷൻ എന്ന് പറയുന്നത് മെമ്പേഴ്സിന് ബിസിനസ് ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ബിസിനസ് വർദ്ധിപ്പിക്കാനുള്ള ഐഡിയകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. Provide valuable insights and forecast and analysis help to make better business decisions. ബെറ്റർ ബിസിനസ് ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് വാല്യബിൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സുകളും ഫോർകാസ്റ്റിംഗ് അനാലിസിസിനും എല്ലാം വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുക. ടു ടേക്ക് ലീഡ് പൊസിഷൻ ഓൺ ട്രാവൽ ഇൻഡസ്ട്രി. ട്രാവൽ ഇൻഡസ്ട്രിയിൽ ലീഡിങ് പൊസിഷൻസിൽ എത്തുക എന്നുള്ളതാണ്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. നമ്മൾ 3 ഓർഗനൈസേഷൻസിനെ കുറിച്ചാണ് പഠിച്ചത്. ഫസ്റ്റ് വൺ UN-ൻ്റെ കീഴിലുള്ള UN വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ. സെക്കൻഡ് വൺ WTTC വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിൽ. തേർഡ് വൺ പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ. താങ്ക് യു.